ദൃശ്യത്തിൽ നമ്മൾ കാണുന്നത് മോഹൻലാലിനെയാണ്. അദ്ദേഹം ചൂരൽമലയിൽ, വയനാട്ടിലെ ചൂരൽമലയിൽ അദ്ദേഹം സന്ദർശനം നടത്താൻ എത്തിയ കാര്യം പ്രേക്ഷകർക്കറിയാം. അദ്ദേഹം വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട്. ചൂരൽമലയിലെ അത്യാഹിതങ്ങളും അടിയന്തര സാഹചര്യങ്ങളും നേരിട്ട് കാണാനാണ് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ അവിടെ എത്തിയിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ, അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുരന്ത ഭൂമിയിൽ മോഹൻലാൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഒരുപക്ഷെ കണ്ണീര് ഉണങ്ങാത്ത മനസ്സുമായി ജീവിക്കുന്ന അനേകായിരങ്ങൾക്ക് ആശ്വാസം പകരാൻ കൂടിയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ കൂടിയായ മോഹൻലാൽ അവിടെ എത്തിയിരിക്കുന്നത്. എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. മോഹൻലാൽ എങ്ങോട്ട് നീങ്ങും എന്ന് നമുക്കറിയില്ല. വിജയകുമാർ, മോഹൻലാലിൻ്റെ യാത്രാ പരിപാടി എങ്ങനെയാണ്? അദ്ദേഹം ചൂരൽമലയിൽ ഇറങ്ങി നടന്ന് സന്ദർശനം നടത്തുമോ? എന്താണ് നമുക്കറിയാൻ കഴിയുന്നത്? ഇതിൻ്റെ വണ്ടി അവിടെ നിന്ന് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. പറയൂ വിജയകുമാർ. മോഹൻലാലിലെ മുണ്ടക്കൈ ഭാഗത്തേക്കാണ് പോകുന്നത്. അദ്ദേഹം ആ ഭാഗത്തേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. ആർമിയുടെ പാലത്തിലൂടെ അദ്ദേഹം മുണ്ടക്കൈ ഭാഗത്തേക്ക്, ഏറ്റവും ദുരന്തബാധിത മേഖലകളിലേക്ക് അദ്ദേഹം അല്പസമയത്തിനകം പോകും. ടെറിട്ടോറിയൽ ആർമി അദ്ദേഹത്തെ അവിടേക്ക് കൊണ്ടുപോകുന്നു. അദ്ദേഹം അവരോടൊപ്പമാണ് അവിടേക്ക് പോകുന്നത്. ഈ മേഖലയിൽ, ദുരന്തബാധിത മേഖലകളിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട്. അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ വിലയിരുത്തുക, ടെറിട്ടോറിയൽ ആർമി അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരെ അഭിസംബോധന ചെയ്യുക, അവർക്ക് അക്കാര്യത്തിൽ ഒരു ധാർമ്മികമായ കരുത്ത് നൽകുക. അതാണ് മോഹൻലാൽ ഈ സന്ദർശനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാഹനം ആ പാലത്തിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പാലം കടന്ന് നേരെ ആ റോഡിലൂടെ ഏതാണ്ട് 2-2.5 കിലോമീറ്റർ ദൂരത്തേക്ക് ഈ വാഹനത്തിൽ പോകണം. അവിടെയാണ് ടെറിട്ടോറിയൽ ആർമിയൊക്കെ രക്ഷാപ്രവർത്തനം നടത്തുന്ന മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം തുടങ്ങിയ ഈ ഏറ്റവും കൂടുതൽ ഈ ദുരന്തം ബാധിച്ച മേഖലകൾ അവിടെ ആർമി ഒരു താൽക്കാലിക പാലം ഇപ്പോൾ സജ്ജമാക്കുന്നുണ്ട് പുഞ്ചിരിമട്ടത്ത്. അതിലൂടെ അവർ ഒരുപക്ഷെ അത് മോഹൻലാൽ അവിടെ എത്തിയതിനു ശേഷം ആ വാഹനത്തിൽ അവിടെ ആ പാലത്തിലൂടെ വലിയ JCB അടക്കം കടത്തിവിട്ട് രക്ഷാപ്രവർത്തകർക്ക് സഹായം ഒരുക്കുന്നുണ്ട്. അപ്പോൾ ആ മേഖലയിലൊക്കെ മോഹൻലാൽ സന്ദർശനം നടത്തി എന്തൊക്കെയാണ് ടെറിട്ടോറിയൽ ആർമി അവിടെ ചെയ്യുന്നത് എന്നതിൽ ഒരു വിലയിരുത്തൽ നടത്തുകയും അവർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകിയോ അവരെ അഭിസംബോധന ചെയ്യുകയോ ചെയ്തേക്കും. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ടെറിട്ടോറിയൽ ആർമിയുടെ വാഹനവും ഒരു പോലീസ് വാഹനവും മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, ഈ VIP വിസിറ്റുകൾ ദുരന്തബാധിത മേഖലകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെ ആക്ഷേപം നേരത്തെ ഉയർന്നു. പക്ഷേ ഇവിടെ അത്തരം പ്രതിസന്ധികളില്ല. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി 2 തവണ വന്നിരുന്നു. ഇവിടെ ഇന്നലെയും എത്തിയിരുന്നു. മുഖ്യമന്ത്രി വന്നിരുന്നു. മന്ത്രിമാരൊക്കെ നമ്മൾ സാധാരണക്കാരെ പോലെ ഈ വഴി എപ്പോഴും വരുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ രക്ഷാപ്രവർത്തന മേഖലയിലൊക്കെ. അപ്പോൾ അങ്ങനെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെയും ഇപ്പോൾ മോഹൻലാൽ വന്ന സമയത്തുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരുടെ ഒരു ദൃശ്യങ്ങൾ പകർത്തുന്നതിനുള്ള ഒരു തിരക്ക് കഴിഞ്ഞാൽ മറ്റു തരത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹം നേരെ മുണ്ടക്കൈ മേഖലയിലേക്ക് പോവുകയാണ്. ആ മുണ്ടക്കൈ മേഖലയിൽ ഒരു തേയില എസ്റ്റേറ്റിലൂടെ ആ ടെറിട്ടോറിയൽ ആർമിയുടെ വാഹനത്തിൽ മോഹൻലാൽ ഇപ്പോൾ മുന്നോട്ട് നീങ്ങുകയാണ്. ആ വാഹനം ഏതാണ്ട് ഇവിടുന്ന് ഒരു 2-2.5 കിലോമീറ്റർ ഉണ്ട് ഈ മുണ്ടക്കൈ മേഖലയിലേക്ക്, ദുരന്തബാധിത മേഖലയുടെ തുടക്കത്തിലേക്ക് എത്താൻ. അവിടെ രാവിലെ തന്നെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന സേനാംഗങ്ങളെ മോഹൻലാൽ കാണും, അവരുമായി സംസാരിക്കും, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തും. എന്തായാലും വളരെ സുദീർഘമായ സേവനം നടത്തുന്നുണ്ട് ഇവിടെ സേനാ വിഭാഗങ്ങൾ എല്ലാവരും. ഞാൻ പറഞ്ഞ എല്ലാ സേനാ വിഭാഗങ്ങളും, കേരള പോലീസ്, ഫയർഫോഴ്സ്, NDRF, SDRF, ആർമി, നേവി, അതുപോലെ എയർഫോഴ്സ്, എല്ലാവരും സുദീർഘമായ സേവനമാണ് നടത്തുന്നത്. എല്ലാ സേനാംഗങ്ങളെയും മോഹൻലാൽ അഭിസംബോധന ചെയ്യും എന്നാണ് അറിഞ്ഞത്. അതിനുശേഷം അദ്ദേഹം പുഞ്ചിരിമട്ടത്തേക്ക് പോകും. അവിടേക്ക് പോകാൻ ശ്രമിക്കും. അവിടെ അനുകൂല സാഹചര്യമാണെങ്കിൽ അവിടേക്കും പോകും. അതിനുശേഷം തിരികെ എത്തി ചൂരൽമലയിൽ ഒരുപക്ഷെ മാധ്യമങ്ങളുമായി അദ്ദേഹം ഹ്രസ്വമായി സംസാരിച്ചേക്കും എന്ന് കേൾക്കുന്നു. നമുക്കറിയില്ല കൃത്യമായി എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പദ്ധതി എന്നതാണ്. അത് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ വാഹനം അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അവിടെ അദ്ദേഹം സേനാ വിഭാഗങ്ങൾ എന്ന് വെച്ചാൽ ഈ വരുന്ന അവിടെ ടെറിട്ടോറിയൽ ആർമിയുടെ ആളുകളുണ്ട്. അവരുമായി മോഹൻലാൽ സംസാരിക്കുകയാണ് എന്നാണ് ഞാൻ ഈ ഡ്രോൺ ദൃശ്യങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ വാഹനം അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അവിടേക്ക് ആളുകളൊക്കെ എത്തുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിനൊക്കെ പോയ സംഘങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവര് അവിടേക്ക് എത്തുന്ന വഴിയാണ് മോഹൻലാലിന്റെ വാഹനം അവിടെ കണ്ടത്. അവരവിടെ അല്പസമയം സംസാരിക്കുകയാണ് എന്നാണ് കരുതുന്നത്. പക്ഷെ അവിടെ അധിക സമയം നിൽക്കില്ല. അദ്ദേഹം വീണ്ടും മുന്നോട്ട് പോകും എന്നാണ് കരുതുന്നത്. ആർമിയുടെയൊക്കെ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്. സേനാ വിഭാഗങ്ങൾ അദ്ദേഹവുമായി സംസാരിക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം അവിടെ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകും. അതിനുശേഷം
പുഞ്ചിരിമട്ടത്തും അദ്ദേഹം സന്ദർശനം നടത്തും. ഓക്കെ, നമുക്ക് ഒപ്പം വിജയകുമാറാണ് ചേർന്നത്. മുണ്ടക്കൈ ഭാഗത്താണ് സൈനിക സംഘത്തോടൊപ്പം മോഹൻലാൽ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അദ്ദേഹം പുഞ്ചിരിമഠത്തേക്കുള്ള യാത്രയിലാണ്. അല്ല, എനിക്ക് മുണ്ടക്കൈയിലെ അത്യാഹിത മേഖലകൾ സന്ദർശിക്കാനാണ് അദ്ദേഹം ശ്രമം നടത്തുന്നത്. ഇപ്പോൾ അദ്ദേഹം ആർമി ഉദ്യോഗസ്ഥന്മാരോടൊക്കെ സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ അദ്ദേഹം അവിടേക്ക് തന്നെ യാത്ര ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുഞ്ചിരിമട്ടവും അദ്ദേഹം സന്ദർശിക്കും. ദുരന്ത മേഖലകളെന്ന് നമ്മൾ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ലഫ്റ്റനന്റ് കേണൽ കൂടിയായ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ സന്ദർശനം നടത്തുമെന്നാണ് അറിയുന്നത്. അദ്ദേഹം ആർമി ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിക്കാൻ സാധ്യതയുണ്ടെന്ന് അല്പം മുമ്പാണ് വിജയകുമാർ റിപ്പോർട്ട് ചെയ്തത്. അതേപോലെ അദ്ദേഹം വാർത്താമാധ്യമ പ്രവർത്തകരുമായിട്ടും സംസാരിക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരെയൊക്കെ അദ്ദേഹം പരിചയപ്പെടുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ വരവ് അവിടെ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും വളരെ ആശ്വാസം പകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ദിവസങ്ങളായി ഈ അവിടുത്തെ രക്ഷാദൗത്യസേന രാപകൽ ഭേദമന്യേ ഒരുപാട് യത്നങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവർക്കൊക്കെ തന്നെ വലിയ ആശ്വാസമാകും മോഹൻലാലിൻ്റെ സാന്നിധ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനിടെ ചില യൂട്യൂബ് പ്രേക്ഷകരൊക്കെ തന്നെ എന്തിനാണ് ഇദ്ദേഹം അങ്ങോട്ട് ചെന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെങ്കിലും കാര്യമില്ല. കാരണം അദ്ദേഹം നമുക്കറിയുന്നില്ല, ഇപ്പം നമ്മുടെ രാജ്യത്തോട് ഏറ്റവും കൂറ് പുലർത്തുന്ന ഒരു സൈനികൻ കൂടിയാണ് അദ്ദേഹം. നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഉണർന്നിരിക്കുന്ന സൈനികരുടെ പ്രതീകം കൂടിയാണ് മോഹൻലാൽ എന്ന് നമ്മൾ അറിയുക. കാരണം അദ്ദേഹത്തിൻ്റെ ലഫ്റ്റനൻറ്റ് കേണൽ പദവി തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾക്കെല്ലാം ഒരു ആദരവിൻ്റെ കാര്യം തന്നെയാണ്. അത് പ്രാഥമികമായ ചർച്ച അദ്ദേഹം അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ നടത്തി. രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അവരുമായി ചർച്ച നടത്തിയതിന് ശേഷം ഇനി അദ്ദേഹം മുണ്ടക്കൈയിൽ ദുരന്ത മേഖലകൾ സന്ദർശിക്കാനുള്ള പരിപാടിയാണ്. അദ്ദേഹം വാഹനത്തിലേക്ക് കയറി കഴിഞ്ഞു. ഇദ്ദേഹം ഇനി മുണ്ടക്കൈ ഭാഗത്ത് ഉരുൾപൊട്ടലിൽ തകർന്നുപോയ ആ ഗ്രാമത്തിലേക്ക് അദ്ദേഹം പോവുകയാണ്. മുണ്ടക്കൈയിൽ നിങ്ങൾക്കറിയാം, ഒരു ടൗൺ അപ്പാടെ ഒലിച്ചുപോയ സ്ഥലമാണ്. ഒരുപാട് മനുഷ്യരുടെ മരണത്തിന് സാക്ഷ്യം വഹിച്ച ഉരുൾപൊട്ടലായിരുന്നു ഈ സംഭവം. എന്ന് മാത്രമല്ല, വയനാട് എന്നല്ല, ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മണ്ണിടിച്ചിൽ ദുരന്തമാണ് ഈ വയനാട്ടിലെ ഈ പ്രദേശത്തുണ്ടായ ചൂരൽമട്ടത്തും മുണ്ടക്കൈയിലും ഏറ്റവും അപകടം നടന്ന പ്രദേശങ്ങളിലേക്കായിരിക്കും ഇനി അദ്ദേഹം സന്ദർശിക്കുക. ഇതിനിടയിൽ വിനീത വിജി ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. ഹിമാചലിലെ പ്രളയത്തിൽ താൽക്കാലികമായ പാലം സൈന്യം നിർമ്മിച്ചു എന്നാണ്. രാംപൂരിലെ സമേജിയിലാണ് രക്ഷാപ്രവർത്തനങ്ങൾക്കായി പാലം നിർമ്മിച്ചപ്പോൾ മോഹൻലാലിൻ്റെ വാഹനം നീങ്ങി തുടങ്ങി. അദ്ദേഹം മുണ്ടക്കൈയിൽ പ്രദേശത്തേക്ക് നീങ്ങുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചൂരൽമലയിലും അദ്ദേഹം സന്ദർശനം നടത്തുമെന്ന് നമ്മൾ അറിയുന്നു. ഇപ്പോൾ ഒരു കാലാവസ്ഥ മുന്നറിയിപ്പ് വന്നുണ്ട്. കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. വടക്കൻ ജാർഖണ്ഡിന് മുകളിൽ തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ തെക്ക് കിഴക്കൻ ഉത്തർപ്രദേശ്, കിഴക്കൻ മധ്യപ്രദേശ്, വടക്കൻ ഛത്തീസ്ഗഡ് വഴി ഇത് സഞ്ചരിക്കാൻ ഉള്ളതുകൊണ്ട് ഈ 3-4 തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് കേരളത്തിൽ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. മോഹൻലാൽ യഥാർത്ഥത്തിൽ ഈ ചെളി നിറഞ്ഞ പ്രദേശമാണ്. വളരെ സൂക്ഷിച്ച് സഞ്ചരിക്കേണ്ട സ്ഥലമാണ്. അദ്ദേഹം അവിടേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും മോഹൻലാലിൻ്റെ വരവ്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ആശ്വാസമാകും. കാരണം തെരച്ചിൽ പുരോഗമിക്കുന്ന വേളയിൽ ഒരുപക്ഷെ രാവും പകലുമില്ലാതെ അധ്വാനിക്കുന്ന വളരെ കാര്യക്ഷമമായ പ്രവർത്തനമാണ് നമ്മുടെ രക്ഷാസേനയും ഫയർഫോഴ്സും പോലീസും ഈ സർക്കാരിൻ്റെ മറ്റുള്ള KSEB പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളും ഒക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഏതെങ്കിലും ഒരു ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അവിടുത്തെ പ്രദേശവാസികളുമൊക്കെ തന്നെ ഈ തെരച്ചിലിൽ ചേർന്നിട്ടുണ്ട്. മാത്രമല്ല, അവിടുത്തെ ടെറൈൻ കുറച്ചുകൂടി നന്നായിട്ട് അറിയാവുന്നത് അവിടുത്തെ പ്രദേശവാസികളാണ്. ചാലിയാർ പുഴയിലുമൊക്കെ നിങ്ങൾക്കറിയാം, അന്വേഷണം നടത്തും തെരച്ചിൽ നടത്തുമൊക്കെ അവിടുത്തെ പ്രദേശവാസികൾ തന്നെയാണ്. അവർക്ക് മാത്രമേ ഈ ഉരുൾപൊട്ടലിൻ്റെയും അതേപോലെയുള്ള ഈ മലമടക്കിൽ നിന്ന് ഈ ഉരുൾപൊട്ടി വരുന്നതിൻ്റെ കൂടുതൽ അപകടങ്ങൾ അവർക്കേ അറിയാവൂ. അതുപോലെ എപ്പോഴാണ് മഴ പെയ്യുക, മഴ പെയ്തു കഴിഞ്ഞാൽ എന്താവും ചാലിയാർ പുഴയിൽ ഉണ്ടാകുക, ചാലിയാർ പുഴയിലെ നീരൊഴുക്ക് എപ്പോൾ കൂടും, ഇങ്ങനെയൊക്കെ അറിയുന്നത് പ്രദേശവാസികൾക്കാണ്. മോഹൻലാൽ വീണ്ടും യാത്ര തുടരുകയാണ്. അവരുമായിട്ട് രക്ഷാപ്രവർത്തകരും സൈനികരുമായിട്ട് അദ്ദേഹം ചില ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം അവരുമായിട്ടുള്ള സന്തോഷമൊക്കെ പങ്കിട്ടതിന് ശേഷം ആശ്വാസത്തിൻ്റെ വാഹനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം മുണ്ടക്കൈ ഭാഗത്തേക്കാണ് പോകുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ദുരന്ത മേഖലയെന്ന് കരുതുന്ന എല്ലാ പ്രദേശങ്ങളിലും മോഹൻലാൽ സന്ദർശനം നടത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇന്ന് ഈ മനുഷ്യ ശരീരത്തിൻ്റെയും മൃതദേഹത്തിൻ്റെയൊക്കെ സാന്നിധ്യം മണത്തറിയാൻ കഴിയുന്ന നായ്ക്കളുടെയും പിന്തുണയോടെ തന്നെയാണ്, നായ്ക്കളുടെ സഹായത്തോടെ തന്നെയാണ് ഇന്നും ഇന്നലെയും അത്തരം ചില തെരച്ചിലുകൾ നടത്തി. അതേസമയം ഇന്നലെ ഇത്തരം നായ്ക്കൾ കുറച്ചു നിന്ന നിമിഷം നമുക്കറിയാം. വിജയകുമാർ വീണ്ടും നമുക്കൊപ്പം ചേരുന്നു. ചില പ്രേക്ഷകരൊക്കെ വിജയകുമാർ ചോദിക്കുന്നുണ്ട്, വിജയകുമാറിൻ്റെ ശബ്ദമൊക്കെ പ്രശ്നമായിട്ടുണ്ട്, വളരെ ക്ഷീണിതനാണല്ലോ, ഇത്രയധികം ദിവസങ്ങൾ നേരിട്ട് ഇത്രയധികം മണിക്കൂറുകൾ റിപ്പോർട്ട്
റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് തന്നെയാണ്. എന്നിരുന്നാലും വിജയകുമാർ ഉള്ള ശബ്ദം വെച്ച് പരമാവധി കാര്യങ്ങൾ അദ്ദേഹം പറയും. ഇപ്പോൾ